സംസ്ഥാനത്ത് ഇന്ന് 6 ജില്ലകളിൽ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പുണ്ട്. പാലക്കാട്, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട വേനൽ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നു. ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു വിശദാംശങ്ങളുമായി. ഗുഡ് മോർണിംഗ് ഹരികൃഷ്ണൻ. വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ താപനില കാര്യമായി ഉയരുമെന്ന് തന്നെയാണോ കാലാവസ്ഥാ കേന്ദ്രം കണക്ക് കൂട്ടുന്നത്? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഈ സംസ്ഥാനത്ത് ചൂടിനൊട്ടും കുറവില്ല എന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. സംസ്ഥാനത്ത് ഇന്ന് 6 ജില്ലകളിലാണ് ഇത്തരത്തിൽ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. 6 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവിടങ്ങളിൽ ഈ സാധാരണയേക്കാൾ 2 ഡിഗ്രി മുതൽ 4 ഡിഗ്രി വരെ ചൂട് കൂടും, അല്ലെങ്കിൽ താപനില ഉയരും എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അത് സംബന്ധിച്ച് ദുരന്ത നിവാരണ അതോറിറ്റിയും ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതായത് ഈ ചൂട് കൂടുന്നതിനനുസരിച്ച് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള സാധ്യത പൊതുജനങ്ങൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതുകൂടി കണക്കിലെടുത്ത് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് നൽകിയിട്ടുള്ളത്. ഇതിൽ ഈ പാലക്കാട്, കൊല്ലം ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന താപനിലയും, കോട്ടയം, കോഴിക്കോട് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തൃശൂർ, കാസർഗോഡ് ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതായത് സാധാരണയെക്കാളും 2 ഡിഗ്രി മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഈ ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം സാധാരണയേക്കാൾ കൂടുതലുള്ള കാലാവസ്ഥയ്ക്കാണ്, ഈ ചൂടുള്ള കാലാവസ്ഥയ്ക്കാണ് സാധ്യതയുള്ളത്. അതുമാത്രവുമല്ല, ഈ ഉയർന്ന ചൂട് സൂര്യാഘാതം, സൂര്യതാപം, നിർജ്ജലീകരണം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദാഹം തോന്നിയില്ലെങ്കിലും വെള്ളം കുടിക്കണം അടക്കമുള്ള കാര്യങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റിയും ആരോഗ്യ വകുപ്പും അടക്കം പറയുന്നുമുണ്ട്. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നിൽക്കണം. അതേപോലെ തന്നെ ഈ പുറം ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ജാഗ്രത പുലർത്തേണ്ട ഒരു സമയം കൂടിയാണ് എന്നുകൂടി ഈ ആരോഗ്യ വകുപ്പ് അടക്കം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അത് മാത്രവുമല്ല, കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ ഈ മത്സ്യത്തൊഴിലാളികളും ഈ കടലിൽ പോകുന്നവരും ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്കും സംസ്ഥാനത്ത് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. എസ് കെ. ഓക്കെ, താങ്ക് യു.